everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലീനോ വൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേഷ്യൽ വൈപ്പാണ്. അപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെങ്കിലോ അത് എന്തെങ്കിലും പൊല്യൂഷൻ റെസിഡ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലത്തെ ഒരു ടിഷ്യൂ ആണ്, വെറ്റ് വൈപ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ടിഷ്യൂ അല്ല, വെറ്റ് വൈപ്സ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴുക്കോ മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും. ഏത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ CTM ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് മേക്കപ്പ് ഒന്നും എടുത്ത് ഇടാൻ പോകരുത്. അതുകൊണ്ടാണ് മുഖത്ത് ഈ കുരുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു, ഇനി ടോണിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. സോ നിങ്ങൾക്ക് എന്താ പറയുക, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടോണറിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കമ ആയുർവേദയുടെ പ്യുർ റോസ് വാട്ടറാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിംപ്ലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓക്കെ, യു ക്യാൻ യൂസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിഷ്ടമുള്ളത് ഇതായതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാനുണ്ടല്ലോ മോയ്സ്ചറൈസർ ഓഫ് ക്യാമറ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് പ്രൈമറാണ്. അപ്പോൾ പ്രൈമറിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ആബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ്. ഇത് ഈ ഒരു പ്രൈമറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്ലറിങ് എഫക്റ്റാണ് കൊണ്ടുവരുന്നത് എനിക്ക്. ഓക്കെ, എന്തെങ്കിലും പാടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ബ്ലറിങ് എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരും. സോ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് വന്നിട്ട് പിങ്ക് ലൈറ്റാണ് കേട്ടോ. അതിൽ കുറച്ചെടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇത് മിനി വേർഷനാണേ, അതാണ് ഇത്രയും ചെറിയ ട്യൂബ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൂയി ഫിനിഷ് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഇന്നർ ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫിനിഷ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാനിപ്പോൾ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാനിനി എൻ്റെ ഐബ്രോസ് ചെയ്യാനായിട്ട് പോവാണ്. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് മേക്കപ്പിലോട്ട് പോവാം. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഐബ്രോ ഡിഫൈനറാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്, മീൻസ് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് ഇതിൽ. ദിസ് വൺ ഇതാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഐ ബേസ് കൊടുക്കാനായിട്ട് പോവാണ്. കാരണം എന്താ അറിയോ, എൻ്റെ കണ്ണ് പെട്ടെന്ന് ഓയിലി ആവും. സോ അതുകൊണ്ട് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഇത് വന്നിട്ട് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു കൺസീലറാണ്. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്. ഷെയ്ഡ് വന്നിട്ട് ബേജ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. കണ്ടോ, ഭയങ്കര ക്രീമിയാണ്. കാരണം അഫോർഡബിൾ റേഞ്ചിൽ ഇത്രയും ക്രീമി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. സോ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ലൂസ് പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ലൂസൻ പൗഡർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലൂസ് പൗഡറാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് മീഡിയമാണ്. അപ്പോൾ അതൊരു ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കാജലില്ലേ, ബ്ലൂ ഹെവൻ്റെ കാജൽ, ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള കാജൽസും യൂസ് ചെയ്യാം. ഇത് ഇപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടെ സ്മഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. എൻ്റെ ഇരിക്കുന്ന കാജൽസൊക്കെ ഇച്ചിരി സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജൽസാണ്. സോ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തത്. ഞാൻ ഐഷാഡോക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു പാലറ്റാണ്. ഇതിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, ബ്രൗൺസ് ഉണ്ട്, എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു 64 ഷെയ്ഡ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 45 ഷെയ്ഡ്സ് ടോട്ടൽ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ഷെയ്ഡും പിന്നെ ബ്രൗൺസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. സോ ഞാനിപ്പോൾ കാജൽ അപ്ലൈ ചെയ്തു. ഇനി ഇതൊന്ന് സ്മഡ്ജ് ചെയ്യാനായിട്ട് പോവാണ്. സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊന്നും തുറക്കണമില്ലല്ലോ. സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് പാക്കിൻ്റെ ബ്രഷാണ്. ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. ഇത് യൂസ് ചെയ്ത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇതിപ്പോൾ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ബ്രൗൺ ഷാഡോ ഉണ്ട് ഇതിൽ. ഈ ഒരു ബ്രൗൺ ഷാഡോ ജസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഈ കണ്ണിലും ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഈ കണ്ണിലും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കണ്ണിലും കൂടെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ 2 കണ്ണിലും നമ്മുടെ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ ലാഷസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാര വന്നിട്ട് ലോറേലിൻ്റെ വോളുമിനസ് ലാഷ് പാരഡൈസ് മസ്കാരയാണ്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ഫൗണ്ടേഷന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വന്നിട്ട് 135N മീഡിയം. ഞാൻ ന്യൂട്രൽ ഷെയ്ഡാണ് കേട്ടോ N വരുന്നത്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം നേരത്തെ നമ്മുടെ ഐസ് ചെയ്തപ്പോഴത്തേക്കും അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, മേബിലിൻ്റെ ഫിറ്റ് മീ. അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ബ്ലഷാണ്. ഈ ഒരു ബ്ലഷ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലഷ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഇപ്പോൾ പൗഡർ ബ്ലഷിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹാൻഡ് കൺട്രോൾ ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പോകരുത്. കുറച്ചുകൂടെ ചെറിയ ബ്രഷ് എടുക്കണം. അപ്പോൾ ഞാൻ ബ്ലഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിനി കോൺടോർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കോൺടോർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂക്കൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ബഹമാമയുടെ ബ്രോൺസറാണ് കോൺടോർ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് മതിയാവും. ഞാനിനി ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളൂ. ലിപ്സ്റ്റിക്കിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ആമസോണിയ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ്. എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഇപ്പം
ഇടാനായിട്ട് തോന്നില്ല. സോ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ട് നോക്കാം. ഇനി അഥവാ ഇത് ഇടുമ്പോഴത്തേക്കും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേറെ മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് കംപ്ലീറ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.